അതിന് പറയാണ്, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടി സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ഇതിപ്പോ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ എങ്ങനെ വ്യാഖ്യാനിച്ചാലും നിങ്ങൾ പറയാ അത് അച്ഛൻ പുരോഹിതനായതുകൊണ്ട് പറയുന്നില്ല, അച്ഛൻ വൈദികനായതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയും. ഇവിടെ ഇതിനകത്ത് കാതലായ സന്ദേശം നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ദൈവത്തെയും ദൈവം തെരഞ്ഞെടുത്ത ദൈവിക ശുശ്രൂഷകരെയും മാനിക്കണം, ബഹുമാനിക്കണം. പിതാക്കൾ നമ്മുടെ തെരഞ്ഞെടുപ്പല്ല, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം 7:29 മുതലുള്ള വചനങ്ങളില് വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ ഭയപ്പെടണം, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ പുരോഹിതരെ ബഹുമാനിക്കണം, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരെ നിങ്ങൾ ബഹുമാനിക്കണം, അവരെ പരിത്യജിക്കരുത്. അപ്പോ മറ്റൊരു വാക്യം പറഞ്ഞാൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിനക്ക് ഈശോയെ തരാൻ വേണ്ടി ഈശോ തന്നെ തെരഞ്ഞെടുത്തവരെ നീ ബഹുമാനിക്കണം. നിനക്ക് സുവിശേഷം തരാൻ, ദൈവത്തെ തരാൻ, ദൈവസ്നേഹം തരാൻ, കർത്താവ് കാൽവരി കുരിശിൽ പൂർത്തിയാക്കിയ ആ പാപമോചനവും കരുണയും ക്ഷമയും ഇതൊക്കെ നിനക്ക് തരാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുക്കുന്നവരാണ് ആത്മീയ ശുശ്രൂഷകർ. എന്നാ ചെയ്യുന്നത്? അവര് യേശുവിനെ അറിഞ്ഞു, യേശുവിനെ അനുഭവിച്ചു, യേശുവിനെ സ്വന്തമാക്കി, എന്നിട്ട് എന്ത് ചെയ്യും? ഈ യേശുവിനെ കൊടുക്കുന്നവരായിട്ട് മാറും. അവരാണ് ആത്മീയ ശുശ്രൂഷകര്. അവരെന്താ ചെയ്യുന്നത്? അവരെന്നെ കൊടുക്കുന്ന, യേശുവിനെ കൊടുക്കുന്നത്. ക്ലോസിലിയ പറഞ്ഞില്ലേ കൊരിന്തോസ് സഭയോട്, ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചും ഒന്നിനെ കുറിച്ചും നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ പ്രസംഗിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. യേശുവിനെയും അവന്റെ കുരിശുമരണത്തെക്കുറിച്ചും അവന്റെ സന്തോഷത്തെക്കുറിച്ച് മാത്രമല്ല, അവനിലൂടെ നൽകപ്പെട്ട അത്ഭുതങ്ങൾ മാത്രമല്ല, അവനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട അടയാളങ്ങളെ കുറിച്ച് മാത്രമല്ല, പിന്നെയോ യേശുവിനെ കുറിച്ചും അതും ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചും ഉണ്ടോ. അപ്പൊ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച, നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിനെ കുറിച്ചും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ പ്രസംഗിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഒരു ദൈവരാജ്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ എക്കാലത്തെയും നിലപാടാണ് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത് കൊരിന്തോസ് സഭയോട്. എന്ന് പറഞ്ഞാൽ ഒരു സുവിശേഷകന് പറയാനുള്ളത് വേറെ ഒന്നുമില്ല, എന്ത്? യേശുവിനെ കുറിച്ചല്ലാതെ. ചില ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ചില ആഘോഷങ്ങൾക്കൊക്കെ ചെല്ലും, പ്രത്യേകിച്ച് ചില തിരുനാളുകളൊക്കെ ചെല്ലുമ്പോൾ വൈദികരെ ഒന്ന് പ്രസംഗം പറയുന്നത് കേൾക്കാം. തീർച്ചയായിട്ടും നമ്മളെക്കാളൊക്കെ മനോഹരമായ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസംഗങ്ങളാണ്. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പലതും മഹാഭാരതത്തിലെയും അല്ലെങ്കിൽ രാമായണത്തിലെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐതിഹ്യ കഥകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പറയുന്നത്. ഈ പറയുന്ന വിഷയങ്ങളുടെ തന്നെ അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാൻ ആ വൈദികൻ പറയുന്ന വിഷയങ്ങൾ തന്നെ വചനത്തിലുണ്ട്. വചനം പറഞ്ഞാൽ മതി. ഇത് മുറിക്കലുകളാണ് ഒരു വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ഒന്ന്, അവനവന്റെ ശരീരവും രക്തവും മുറിച്ചു തരുന്നു. മറ്റൊന്ന്, വചനം മുറിക്കുന്നു. ആദ്യ ഭാഗം, വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം എന്താ? വചനം മുറിയുകയാണ്. രണ്ടാം ഭാഗം എന്താ? അവന്റെ ശരീരവും രക്തവും മുറിക്കുക. അപ്പോ ഒരു വിശുദ്ധ കുർബാനയിൽ വചനം മുറിയപ്പെടേണ്ടതുണ്ട്, പിന്നെയോ ശരീര രക്തവും മുറിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ ശരീരവും രക്തവും ഒരു വൈദികൻ മുറിച്ച് പങ്കുവെച്ച് നമുക്ക് തരുന്നത് പോലെ തന്നെയാണ് ഒരു പരിശുദ്ധ കുർബാനയിൽ മധ്യേ വചനം നമുക്കായിട്ട് മുറിച്ച് തരേണ്ടതുണ്ട്. പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. പൗലോസ്ലീഹ തന്റെ നിലപാട് വ്യക്തമാക്കി. എന്താണ്? ഞാൻ പ്രസംഗിക്കാൻ തീരുമാനിച്ചു. എന്നാ തീരുമാനിച്ചേ? യേശുവിനെ കുറിച്ചും ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ പ്രസംഗിക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ശാരീരിക ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളെ എത്ര കണ്ട് ബഹുമാനിക്കുന്നുവോ അല്ലെങ്കിൽ ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ,
അതുപോലെ തന്നെയാണ് നമുക്ക് ആത്മീയ ജന്മം നൽകിയവർ. എന്ന് പറഞ്ഞാൽ നമ്മളിൽ യേശു വളരാൻ കാരണക്കാരായവരെ നമ്മൾ ബഹുമാനിക്കണം.